ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സക്സസ് PSC മലയാളം. ഇന്ന് നവംബർ 14, ചാച്ചാജിയുടെ ജന്മദിനം. ഇന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാം. ജനനം 1899 നവംബർ 14, അലഹബാദ്. നവംബർ 14 ദേശീയ ശിശുദിനം. ഭവനം ആനന്ദ ഭവനം. പിതാവ് മോത്തിലാൽ നെഹ്റു, മാതാവ് സ്വരൂപ് റാണി. ഭാര്യ കമല കൗൾ, മകൾ ഇന്ദിരാഗാന്ധി. അന്തരിച്ചത് 1964 മെയ് 27. സമാധി സ്ഥലം ശാന്തിവനം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഓഗസ്റ്റ് 1947 മുതൽ 1964 മെയ് 27, 17 വർഷങ്ങൾ. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യൻ. ചാച്ചാജി എന്നറിയപ്പെടുന്നു. തൂലികാനാമം ചാണക്യൻ. പഞ്ചായത്തി രാജ്, ചേരിചേരാ നയം എന്നീ വാക്കുകളുടെ ശില്പി. സോണൽ കൗൺസിൽ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകി. അപ്സര ന്യൂക്ലിയർ റിയാക്ടറിന് ആ പേര് നിർദ്ദേശിച്ചു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തി. 17 തവണ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി. സമാധാന നോബലിന് നാമനിർദ്ദേശം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി. ടൈംസ് മാഗസിൻ്റെ കവർ പേജിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കോമൺവെൽത്തിൻ്റെ സ്ഥാപകൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹറോൾഡ് വിൽസൺ. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോർ. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റു അന്തരിച്ചപ്പോൾ പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിൽ. നെഹ്റു പങ്കെടുത്ത ആദ്യ INC സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. 8 തവണ INC അധ്യക്ഷൻ ആയിട്ടുണ്ട്. നെഹ്റു അധ്യക്ഷനായ ആദ്യ INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 1940 ഗാന്ധിജി തൻ്റെ വ്യക്തി സത്യാഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ നേതാവായി നെഹ്റുവിനെ തെരഞ്ഞെടുത്തു. 1946 സെപ്റ്റംബർ 2 നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചു. 1946 ഡിസംബർ 13 നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ പ്രധാനമന്ത്രി. 1950 മാർച്ച് 15 രൂപം കൊണ്ട ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. 1952 രൂപം കൊണ്ട ദേശീയ വികസന കൗൺസിലിൻ്റെ ആദ്യ ചെയർമാൻ. 1952 ജൂലൈ 24 ഷെയ്ഖ് അബ്ദുള്ളയുമായി കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചു. 1954 ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു. ആപ്പിൾ 55 ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ബെന്തൂങ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി. 1955 ഭാരതരത്നം ലഭിച്ചു. 1955 ഭാരതരത്നം ലഭിച്ചു. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.